അതുവരെ കുട്ടികളെ പഠിപ്പിച്ച മക്കളെല്ലാവരും പോയി സ്റ്റുഡൻസ് ആരും ഇല്ല. അവരെ പുതിയ സ്കൂളുകളാക്കി തനിച്ച് ആരുടെ തന്നെ നെഞ്ചു പെടഞ്ഞ ഒരവസ്ഥ. താങ്കൾ പറയുമ്പോൾ നമ്മൾ വരെ ഫീല് ഭയങ്കരമായിട്ട് ഉണ്ടാവുന്നുണ്ട്. പക്ഷെ ഇവിടെ ഇരുന്ന് കരയുന്നു. ഞാൻ പൈസ ഒന്നും നോക്കില്ല അന്നൊക്കെ. ഞാൻ എനിക്ക് പൈസ ഇല്ലാന്ന് ഇന്നും അത് തന്നെയാണ് കേട്ടോ. നമ്മളൊരു എന്താ പറയുക, ഞാനൊരു അമ്പലത്തിൽ പോയിട്ട് തിരിച്ചു വരുമ്പോൾ പകുതി എത്തിയപ്പോഴാണ് ഈ ഫോൺ വരുന്നത്. അപ്പോൾ ഞാൻ വണ്ടി ഇങ്ങനെ സൈഡിലേക്ക് നിർത്തിയിട്ട് ഫോൺ അറ്റൻഡ് ചെയ്തിട്ട് മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന പാട്ട് സൂപ്പർ ഹിറ്റ്. അതിനകത്ത് ഒരു നടൻ ശങ്കർ. ഞാൻ ശരിക്കും ആക്ച്വലി മാറാൻ കാരണം എന്ന് പറഞ്ഞാൽ ആ സമയത്ത് ഏറ്റവും ബിസിയസ്റ്റ് ഒരു ആക്ടറായി മാറിയത്. 27 പടം ഒരു വർഷം, 28 പടം അടുത്ത വർഷം, അങ്ങനെ ഒരു 4-5 വർഷം അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ അല്ല, എല്ലാവർക്കും സമയമുണ്ട്. ആ സമയമാകുമ്പോൾ എല്ലാം ഒത്തുചേർന്ന് വരും. അതാണ് ഞാൻ വിശ്വസിക്കുന്നത്. റെക്കോർഡിങ് ഒക്കെ ചെയ്തപ്പോൾ പുള്ളിക്ക് ഉണ്ടായിട്ടുള്ള അനുഭവങ്ങൾ ഞങ്ങൾ പറയാറുണ്ട്. കണ്ണ് നിറഞ്ഞ നിമിഷങ്ങളുണ്ട് ഒരുപാട്. പാടി രാക്കിളി പാടി. നമസ്കാരം. പുത്തൻ സിനിമയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ 4 അതിഥികൾ, 4 പേർക്ക് സ്വാഗതം. നമസ്കാരം. താങ്ക് യു. പുതുതലമുറയും പഴയ തലമുറയും ഒത്തുകൂടുമ്പോൾ ഈ സിനിമ അത്ര നല്ലതായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു, സ്വയം വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും പേരുകൊണ്ടും എഴുത്തോല, നമ്മളാരും എഴുത്തിലിട്ടാത്തവരാരുമില്ല. എല്ലാം കൊണ്ട് ഒരു അനുഗ്രഹമായിരിക്കും ഈ സിനിമയെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. ഇനി പ്രേക്ഷകരാണ് തീരുമാനിക്കേണ്ടത്. ഉറപ്പാണ്. മോഹൻചേട്ടൻ തന്നെ തുടങ്ങണമെന്ന് എനിക്ക് ആഗ്രഹം. തീർച്ചയായിട്ടും തുടങ്ങണം അല്ലേ? അതെ. രണ്ടാം ജന്മം. ശങ്കർജി അല്ലേ? അല്ല, എനിക്കല്ല. രണ്ടാം ജന്മം എന്ന് ഞാൻ പറയും. ഞാൻ ഹോസ്പിറ്റലിൽ വന്ന് കണ്ടതാണ്. ഞാൻ ഹോസ്പിറ്റലിൽ വന്ന് മോഹൻചേട്ടൻ കാണുമ്പോൾ ഇന്നിപ്പോൾ പറഞ്ഞല്ലോ ചുള്ളനായി, അതിലും ശോഷിച്ചായിരുന്നു ഞാൻ കണ്ടത്. പക്ഷെ ദൈവം കൂടെ പ്രേക്ഷകർ കൂടെ അത് തന്നെയാണ് ഈ സിനിമയിലേക്ക് വീണ്ടും എത്തിയത്. തീർച്ചയായിട്ടും. കാരണം ഞാൻ ഒരിക്കലും നമുക്കിങ്ങനെ കണ്ടുമുട്ടുന്നോ ഇങ്ങനെ അവസ്ഥയിലിരിക്കുന്നു ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. വേറെ ഏതോ ലോകത്ത് പോകുന്നുള്ള അവസ്ഥയിലായിരുന്നു. കാരണം എത്രയോ 1-1.5 മാസത്തോളം ICUലും ഇതിലൊക്കെ ആയിരുന്നു. വല്ലാത്തൊരു ഡോക്ടേഴ്സ് പറഞ്ഞു സംഭവം പോയിന്നാണ്. പക്ഷേ എൻ്റെ ദൈവം, അല്ലെങ്കിൽ നമ്മുടെ ദൈവം എന്നെ കൈപ്പിടിച്ച് വീണ്ടും ഉയർത്തി. ഇപ്പോൾ ഇവിടെ വന്നിരിക്കാനായി, പ്രത്യേകിച്ച് ഒരു നല്ല സിനിമയുടെ ഭാഗമായി ഇവിടെ ഇരിക്കാനായി. ഇനി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. തീർച്ചയായിട്ടും അത്രയും വലിയൊരു കലാകാരനാണ്. തീർച്ചയായിട്ടും. ഇനിയും അതുകൊണ്ടേ നേരത്തെ ദൈവം നമ്മളെ കൈവിട്ടില്ല, പ്രേക്ഷകരും കൈവിട്ടില്ല. തീർച്ചയായിട്ടും. അതുകൊണ്ടുള്ള പുതിയ സിനിമയിലേക്ക് വീണ്ടും വരുന്നത്. തീർച്ചയായിട്ടും. ഈ പറഞ്ഞ പോലെ പ്രേക്ഷകരാണ് എന്നെ മോഹൻ സിത്താരാക്കി മാറ്റിയത്. അവരുടെയൊക്കെ അനുഗ്രഹം കൊണ്ടും പ്രാർത്ഥന കൊണ്ടാണ് ഞാൻ ഇന്നിപ്പോൾ ജീവിക്കുന്നത്. അതിനെനിക്ക് ഈ സന്ദർഭത്തിൽ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട പ്രേക്ഷകരോട് ഞാൻ ആദ്യമായിട്ട് നന്ദി പറയുന്നു. അതുപോലെ ശങ്കർജി എൻ്റെ ജീവിതത്തിലെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു നടനാണ്. കാരണം ഞാനൊക്കെ ഇത് യേശുദാസ് സാറിൻ്റെ മ്യൂസിക് സ്കൂളിൽ പഠിക്കുമ്പോൾ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന പാട്ട് സൂപ്പർ ഹിറ്റ്. അതിനകത്ത് ഒരു നടൻ ശങ്കർ, പൂർണിമ ജയറാം അല്ലേ? ഞാൻ ആ ഫിലിം ഒരു 5-6 പ്രാവശ്യം ചുരുണ്ട് കണ്ടിട്ടുണ്ട്. എന്ത് നല്ല ഫിലിമാണെന്ന് പറയും. എന്ത് ശങ്കർജിക്കാർ അടിച്ചു പൊളിച്ചിരിക്കണം. അതുപോലെ പൂർണിമ ജയറാം അവരൊക്കെ. അത് എൻ്റെ ഒരു എന്താ പറയുക, ഏറ്റവും വലിയ ആരാധകനാണ് അദ്ദേഹത്തിൻ്റെ ഒരു പടത്തിൽ എനിക്ക് മ്യൂസിക് ചെയ്യാൻ സാധിച്ചില്ല. ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കണക്കാക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞ ആ ബന്ധങ്ങളാണ് ഈ സിനിമ. ആ ബന്ധങ്ങൾ ഇപ്പോഴും തുടരുന്നു. പ്രേക്ഷകരിലേക്ക് ആ ബന്ധങ്ങൾ, നിങ്ങൾ തമ്മിലുള്ള കൂട്ടുകാർ, നിങ്ങൾ കണ്ടു വളർന്നത്, കേട്ട് വളർന്നത്, നമ്മളൊക്കെ കണ്ടും കേട്ടും വളർന്നവരാ. അവർക്ക് ആ തലമുറയ്ക്ക് ഇപ്പോഴും നിങ്ങളെല്ലാം ഒരുമിച്ച് സിനിമ വരുവാണ്. അതാണ് ഈ കാലഘട്ടത്തിന്റെ യാത്ര എന്ന് ഞാൻ പറയുന്നത്. തീർച്ചയായിട്ടും. എനിക്ക് 2 ലൈനൊക്കെ പറഞ്ഞു. അത് ഇവലേക്കൊക്കെ പോയിട്ടുണ്ട്. ശങ്കരേട്ടനിലേക്ക് ഇനി അടുത്ത പോവല്ലേ? ഇപ്പൊ നേരത്തെ പറഞ്ഞ മഞ്ഞിൽ വരുന്ന പൂക്കൾ, ആ സിനിമ കാണാത്തവരാരുമില്ല. ആ സിനിമയിൽ നിന്നുള്ള ഒരു യാത്രയാണ് താങ്കളുടെ. ഇപ്പൊ എഴുത്തോലയിൽ പോയി നിൽക്കുന്നു, പ്രൊഡ്യൂസർ ആവുന്നു, ഡയറക്ഷനിലേക്ക് പോകുന്നു, എല്ലാ മേഖലയിലും കൈവച്ച് പോവാണ്. എഴുത്തോല എന്താണ് പറഞ്ഞു വെക്കുന്നത്? അല്ല, എഴുത്തോല ആക്ച്വലി ഞങ്ങളിതൊരു ഈ ഫിലിം അല്ല പ്ലാൻ ചെയ്തത്. ഞങ്ങളിത് വേറൊരു റെയിൻബോ എന്ന് പറഞ്ഞൊരു സ്റ്റോറി, അത് ലണ്ടനിൽ ഷൂട്ട് ചെയ്യാനും കുറച്ചും കൂടി എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു മൂവി, അത് ഇംഗ്ലീഷിലും കൂടി ചേർത്തിട്ടാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തത്. പക്ഷെ അത്
അങ്ങനെ സംസാരിച്ച് വന്നപ്പോൾ കുറച്ചുകൂടി സമയമെടുക്കും അതൊക്കെ ചെയ്യാൻ. അതായത് പ്രിപ്പറേഷൻസ് ഒരുപാട് ആവശ്യമുള്ള ഒരു സിനിമയാണ്. അപ്പോൾ അതും ഈ ഡയറക്ടറുടെ തന്നെ സ്റ്റോറിയാണ്. അപ്പോൾ ഈ ഒരു കഥ പറഞ്ഞു അവിടെ വെച്ചിട്ട്, എഴുത്തോല എന്ന് പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ ലൈഫിൽ അയാളുടെ ലൈഫ് എക്സ്പീരിയൻസ് ആണ് ഈ സിനിമ. അപ്പോൾ ഈ കഥ പറഞ്ഞപ്പോൾ ഇതെല്ലാവർക്കും അവിടെ ഇരുന്ന് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഇത് നല്ലൊരു സബ്ജക്റ്റാണ്. പക്ഷേ ഈ കാലഘട്ടത്തിൽ ഈ സിനിമ നമുക്ക് വിജയിപ്പിക്കാൻ പറ്റുമെന്ന് അറിയില്ല. ബിക്കോസ് ഇതൊരു കമേഴ്ഷ്യൽ സിനിമയല്ല, ഒരു കുറേ കൂടി ഒരു ആർട്ടിസ്റ്റിക് ലൈനിലുള്ളൊരു സിനിമ. അങ്ങനെയാണ് ഈ കഥ. പക്ഷെ ഞങ്ങളത് സംസാരിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു നമുക്ക് ഈ സിനിമ എടുക്കാം. അപ്പോൾ നമ്മുടെ വേറൊരു ഫ്രണ്ട് ഉണ്ട്, ഷേനോയ് എന്ന് പറഞ്ഞിട്ട്, പുള്ളി ഇവിടെ തന്നെയാണ്. പുള്ളിയായിട്ട് സംസാരിച്ചു. പുള്ളി പറഞ്ഞു പുള്ളി ഇൻവെസ്റ്റ് ചെയ്യാം. അപ്പോൾ നമ്മളെല്ലാവരും കൂടി ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഈ സിനിമ ചെയ്യാമോ. അങ്ങനെയാണ് ഈ സിനിമ തുടങ്ങുന്നത്. പക്ഷെ ഇത് ചെയ്തു വന്ന് ഈ സിനിമ ഞങ്ങൾ ഫസ്റ്റ് കണ്ടപ്പോൾ, ഫസ്റ്റ് കോപ്പി എന്ന് പറയുന്ന ഒരു സാധനം, അല്ലെങ്കിൽ ഒരു പ്രിവ്യൂ പോലെ ഞങ്ങൾ ഇട്ട് കണ്ടപ്പോൾ ഈ തിയേറ്ററിൽ വരേണ്ട സിനിമയാണ് മനസ്സിലായി. ബിക്കോസ് ഈ സിനിമ ഭയങ്കര എൻഗേജിങ് ആണ്, ഒരിക്കലും ലാഗ് ഇല്ല. അപ്പോൾ ഹ്യൂമൻ ബോണ്ടിങ്, നമ്മുടെ മനസ്സ്, നമ്മുടെ സെൻറ്റിമെൻറ്റ്സ് അല്ല, ഹ്യൂമൻ സെൻറ്റിമെൻറ്റ്സ് അറിയില്ല, അത് ഒരുപാട് നിറഞ്ഞു കിടക്കുന്ന ഒരു സിനിമയാണ്. പിന്നെ ഇപ്പോൾ പറഞ്ഞ മാതിരി അതിൽ എല്ലാ ഘടകങ്ങളും, ഫോട്ടോഗ്രാഫി ആയാലും ആക്ടിങ് ആയാലും, നിഷയുടെ ആക്ടിങ് ഒന്നും പറയും. ബിക്കോസ് അദ്ദേഹം ഇത് റെക്കോർഡിങ് ഒക്കെ ചെയ്തപ്പോൾ പുള്ളിക്ക് ഉണ്ടായിട്ടുള്ള അനുഭവങ്ങൾ ഞങ്ങളുടെ അടുത്ത് പറയാറുണ്ട്. കണ്ണ് നിറഞ്ഞ നിമിഷങ്ങളുണ്ട് ഒരുപാട് ഈ സിനിമയിൽ. അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങൾ. പിന്നെ ഇതൊരു കാലഘട്ടത്തിൻ്റെ സിനിമ എന്ന് പറയാം. പക്ഷേ ഇന്ന് എല്ലാവരും കാണണം ഈ സിനിമ ശരിക്കും. അത്രയും രസകരമായിട്ട് ഈ സിനിമ ചെയ്തിട്ടുണ്ട് ഞങ്ങൾ. ഇതിൽ കോസ്റ്റ് വൈസ് ആയാലും നമ്മൾ യാതൊരു കോംപ്രമൈസ് ഈ സിനിമയ്ക്ക് വെച്ചിട്ടില്ല. ഇതിലെ ഗാനങ്ങൾ എടുത്തു പറയേണ്ട, ഇതിലൊരു പാട്ടുണ്ട്, അത് പാടും. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ വന്നപ്പോഴാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്. ഈ സിനിമ തിയേറ്ററിൽ തന്നെ വേണമെന്ന് തീരുമാനിക്കാനുള്ളത് അത് നല്ലതാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഏറ്റെടുക്കും. ഈ കാലഘട്ടം അങ്ങനെയാണ്. ഇപ്പോൾ സിനിമകൾ വിജയിക്കുന്നുണ്ട്, നല്ല സിനിമകളൊക്കെ വിജയിച്ചു പോകുന്നൊരു സമയമാണ്. തീർച്ചയായിട്ടും അത്തരം സിനിമകൾക്ക് ഇപ്പോൾ മാർക്കറ്റുമുണ്ട്, അതിനൊരു മാറ്റവുമില്ല. നല്ല ഏജ്, നിലവിൽ ഏജ് ഇല്ലാത്തുള്ള 30 വയസ്സായോ? ഇപ്പൊ 22. അപ്പൊ 22 വയസ്സുള്ള ആളാണ് 65 വയസ്സ് മേക്കപ്പ് മേക്കപ്പിന്റെ ഒരു കഴിവ് 22 പെട്ടെന്ന് ആക്കാൻ. അഭിനയിക്ക 22 പെട്ടെന്ന് 72 കൊണ്ടുവന്നു കേട്ടോ. 22 തന്നെ ഇരിക്കട്ടെ, അത് കുഴപ്പമില്ല. പക്ഷെ ഇത്തരം ഒരു ക്യാരക്ടർ അല്ലേ ഒത്തിരി സിനിമകൾ ചെയ്തു, നമുക്ക് എപ്പോഴും ഇഷ്ടപ്പെടുന്ന ഉപ്പുമുളകില തന്നെയാണ്. പക്ഷെ അതിലൊരു മാറ്റമില്ല. പക്ഷെ ഒത്തിരി സിനിമകൾ ചെയ്തിട്ടും ഇത്രയും പ്രായം, ഏജ് ഒരു കഥാപാത്രം ചെയ്യുമ്പോൾ ആലോചിച്ചിരുന്നു, ഈ എഴുത്തോലയിൽ എനിക്ക് ഇത്ര ഏജ് ഒരു കഥാപാത്രം ചെയ്യുമ്പോൾ എന്ത് റിസ്ക് ആയി വരുമോ? നമ്മൾ പല കഥാപാത്രം, സുകുമാരി ചേച്ചി, അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ കുറെ കാലഘട്ടത്തിലുള്ളവരുണ്ടല്ലോ. ഇത്തരം ഒരു സബ്ജക്റ്റ് ചലഞ്ചായിരുന്നു. ശരി, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഇവരെന്നെ ഈ സുരേഷാണ് എന്നെ ആദ്യമായിട്ട് വിളിക്കണേ. ഞാനൊരു അമ്പലത്തിൽ പോയിട്ട് തിരിച്ചിടുമ്പോൾ പകുതി എത്തിയപ്പോഴാണ് ഈ ഫോൺ വരണേ. അപ്പോൾ ഞാൻ വണ്ടി ഇങ്ങനെ സൈഡിലേക്ക് നിർത്തിയിട്ട് ഫോൺ അറ്റൻഡ് ചെയ്തിട്ട് ചോദിച്ചു ആരാ. അപ്പോൾ സുരേഷ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഞങ്ങളൊരു മൂവി ചെയ്യുന്നുണ്ട്, 75 വയസ്സുള്ളൊരു ക്യാരക്ടർ ചെയ്യാൻ വേണ്ടി ആണ് വിളിക്കുന്നത്. അപ്പോൾ 2-3 ഏജ് വരുന്നുണ്ട്, എങ്കിലും ഇതാണ് അതിൻ്റെ പ്രസൻറ്റ് വരുന്നത്. അപ്പോൾ അതിനാണ് നിഷ. ഞാൻ പറഞ്ഞേ, ഞാൻ നിഷ എന്നെ തന്നെയാണോ വിളിച്ചത്, എനിക്ക് ഡൗട്ട്. അപ്പോൾ പറഞ്ഞ നിഷ ശാരംഗല്ലേ? ഞാൻ പറഞ്ഞ അതെ, നിഷയെ തന്നെയാണ് വിളിച്ചത് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്നെ എന്താ വിളിക്കാൻ കാരണമെന്ന് ചോദിച്ചപ്പോൾ കുറേ 2-3 കാരണങ്ങൾ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നെക്കൊണ്ട് അത് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, പിന്നെ നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയിൽ നമ്മളത് ബാധ്യസ്ഥയാണ് അല്ലേ, നമ്മൾ ഏത് ക്യാരക്ടറും ചെയ്യാൻ ബാധ്യസ്ഥയാണ്. പിന്നെ ധൈര്യം തന്നു, പിന്നെ സ്ക്രിപ്റ്റ് കൊണ്ടുതന്ന് വായിച്ചപ്പോൾ എനിക്ക് തോന്നി ചെയ്ത് നോക്കാന്ന് വെച്ചു. പിന്നെ ബാക്കിയൊക്കെ സംഭവിച്ചതാണ് കേട്ടോ, എനിക്ക് അറിയില്ല. ഞാൻ ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് ഞാൻ പറയാണ്, എനിക്കത് വായിക്കുമ്പോൾ കഥ അറിയാം. ആ ഗ്രാമത്തിലേക്ക് ഞാൻ ചെന്നു, അവിടെ ഇങ്ങനെ ഞാനുണ്ട്, അവിടെ ആൾക്കാരുണ്ട്, എൻ്റെ ഭർത്താവുണ്ട്, കുട്ടികളുണ്ട്, വിദ്യാർത്ഥികളുണ്ട്, അതുപോലെ നാട്ടുകാരുണ്ട്, ഒക്കെ ഉണ്ട്. അതെല്ലാം എൻ്റെ മനസ്സിലേക്ക് വന്നു എന്നല്ലാതെ ഞാൻ ഒട്ടും പ്രിപ്പയർഡ് അല്ലായിരുന്നു. സത്യം, ഞാനിപ്പോൾ തുറന്നു പറയണം, ഒട്ടും പ്രിപ്പയർഡ് അല്ലായിരുന്നു. എങ്ങനെയൊക്കെയോ അതങ്ങനെ ഏതോ ഒരു ശക്തി ആ സമയത്ത് യാദൃശ്യമായിട്ട് സംഭവിച്ചു പോയി. പിന്നെ ഓരോ ഷോട്ട് കഴിയുമ്പോഴും ഞാൻ സുരേഷിൻ്റെ അടുത്തും ശങ്കരേട്ടനുള്ള ദിവസം ശങ്കരേട്ടൻ്റെ അടുത്തും ചോദിക്കും, ശരിയായോ, എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല, ആ ഒരു വേർഡ് ഉണ്ടല്ലോ നമുക്ക് തരുന്ന ഒരു കുട്ടിയോട് നന്നായി കേട്ടോ അമ്മ നന്നായി ചെയ്തു എന്ന് പറയുമ്പോൾ ആ കുട്ടിക്ക് ഉണ്ടാവുന്ന ഒരു സന്തോഷമുണ്ട്, വീണ്ടും നന്നാക്കാനുണ്ടാവുന്ന ഒരു സന്തോഷം.
ആ ഒരു കുട്ടിയെ പോലെ ഞാൻ അവിടെ നിന്നത് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇവർ തരുന്ന ആ ഒരു സപ്പോർട്ടിങ് ഉണ്ടല്ലോ, ആ ഒരു വേർഡ് എനിക്ക് ഭയങ്കരമായിട്ട് ഇൻസ്പിറേഷൻ ഉണ്ടായിരുന്നു. അപ്പം അത് തന്നെയാണ്. അതിപ്പോൾ ശങ്കരേട്ടൻ മാത്രമല്ല, പ്രൊഡ്യൂസർ, ഡയറക്ടർ, ടെക്നീഷ്യൻസ്, അവിടുത്തെ ഫുഡ് കൊണ്ടുവരുന്ന കുട്ടികൾ പോലും, അവർ പോലും നമ്മളെ സ്വാധീനിച്ചിട്ടുണ്ട് ഒരുപാട്. അവരുടെ ആ സ്നേഹം, ആ നമ്മൾ അത് ചെയ്തുകൊണ്ടിരിക്കും, ആ വെള്ളമൊക്കെ കൊണ്ടുവരുമ്പോൾ നമ്മൾ ടയേർഡായിട്ടാണ് നിൽക്കുന്നത്, അതൊക്കെ നമ്മളെ ഒരുപാട് ബാധിക്കുന്നുണ്ട്. ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ച് ആ ലൊക്കേഷനിലെ എല്ലാവരുടെയും സപ്പോർട്ടാണ് ആ ക്യാരക്ടർ നന്നാവുന്നതിന് കാരണം. അതാണ് എൻ്റെ സന്തോഷം. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ഏജുള്ള കഥാപാത്രങ്ങൾ ചെയ്ത ഒത്തിരി ആർട്ടിസ്റ്റുകളെ കണ്ടിട്ടുണ്ട് അല്ലേ, ഒത്തിരി ആർട്ടിസ്റ്റുകൾ നമ്മളുണ്ട്. ശങ്കരേട്ടൻ്റെ കാലഘട്ടത്തിൽ അങ്ങനെ ആർട്ടിസ്റ്റുകളുണ്ട്, ഏജ് കഥാപാത്രം കൊണ്ടെന്നുള്ളൊരു ഒരു പക്ഷെ ഇപ്പൊ ആ കാലഘട്ടത്തിൽ അങ്ങനെ ഇല്ല എന്ന് ഞാൻ മനസ്സിലാക്കിയത്. പക്ഷെ ഒത്തിരി വ്യത്യാസം എഴുത്തോലയിൽ അങ്ങനെ വന്നിരിക്കുന്നു. അവിടെയാണ് ഞാൻ തുടങ്ങിയത്. സുമാര ചേച്ചിനെ നമ്മൾ കണ്ടിട്ട് ഏജിൽ നിന്ന് വലിയ ഏജിലേക്ക് മാറ്റുന്നത് ഒത്തിരി ഫിലോമിന ചേച്ചി, ഇതൊക്കെ നമ്മുടെ മനസ്സിൽ ഓടി വരുന്ന കഥാപാത്രങ്ങളാണ്. ഇതിലേക്ക് വരുമ്പോൾ നേരത്തെ ചലഞ്ച് എന്ന് ചോദിച്ചില്ലേ, ഇവരൊക്കെ നമ്മൾ ഓർക്കേണ്ടതായി വരും അല്ലെ, ഒരു സീനിൽ ഇവരൊക്കെ ഒന്ന് അല്ലെ ഒരു മൈൻഡിൽ വരുന്നില്ലായിരുന്നോ? സത്യം പറഞ്ഞാൽ ആദ്യം വിളിച്ചപ്പോൾ തുടങ്ങി അന്ന് തൊട്ടേ എനിക്ക് എൻ്റെ മനസ്സിൽ സുകുമാരി അമ്മ ചെയ്ത ഓരോ ക്യാരക്ടേഴ്സ്, ലളിത ചേച്ചി ചെയ്ത ഓരോ ക്യാരക്ടേഴ്സ്, ഫിലോമിന അമ്മ ചെയ്ത ക്യാരക്ടേഴ്സ്, ഇതൊക്കെ എൻ്റെ പിന്നെ മെയിൽസ് എടുക്കുകയാണെങ്കിൽ ഒടുവിൽ ഉണ്ണികൃഷ്ണൻ, ശങ്കരാടി ചേട്ടൻ, ഇങ്ങനെയുള്ള എല്ലാവരുടെയും മനസ്സിലേക്ക് ഇങ്ങനെ വരുന്നുണ്ട്. പക്ഷേ നമ്മളെന്തായാലും അവരുടെ ഒന്നും ഒരു അരികത്തെത്താൻ പോലും നമ്മളെ കൊണ്ട് പറ്റില്ല. നമ്മളിൽ നിന്നുകൊണ്ട് എങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് നോക്കുക എന്നുള്ളതേ ഉള്ളൂ. അപ്പൊ അങ്ങനെ ഒന്ന് ശ്രമിച്ചു നോക്കി, അത്രേ ഉള്ളൂ. ആ ശ്രമം നമ്മൾ ശ്രമിച്ചത് വിജയമുണ്ട്, നമ്മുടെ മനസ്സ് സ്വയം പറയുന്നു, ഇനി പ്രേക്ഷകർ തീരുമാനിക്കും, മനസ്സിൽ പറയുന്നു എന്ന് പറയാം, ചെയ്തു നോക്കിയെന്ന് മാത്രമേ ഉള്ളൂ. പ്രേക്ഷകർ തീരുമാനിക്കട്ടെ, പ്രേക്ഷകരുടെ കയ്യിലേക്കാണ്. ഹേമന്ത്, നമ്മള് എനിക്ക് തോന്നുന്ന ശങ്കരേട്ടന്റെ സിനിമയുടെ പൂജയുടെ എന്നാണ് ഞാൻ ഡയറക്ഷൻ ചെയ്യുന്ന സിനിമയുടെ പൂജയാണ്. അത് കഴിഞ്ഞിട്ട് 2 സിനിമ, അതും ശങ്കരേട്ടൻ്റെ കൂടെ തന്നെ 2 അല്ലെ? ഞങ്ങള് 2 പേരെയും ഒരാളാണല്ലോ കൊണ്ടുവന്നത്. അതെ, പറയാം, വാസുദേവന്റെ പടത്തിൽ നിന്നാണ് തുടങ്ങുന്നത്. പക്ഷെ ഹേമന്തിന്റെ ഒരു യാത്ര, അത് കഴിഞ്ഞിട്ട് കുറെ സിനിമകൾ ചെയ്തും ഹേമന്തിനെ വേണ്ട പോലെ വേണ്ട മലയാള സിനിമ ഉപയോഗിച്ചിട്ടില്ല എന്ന് ഹേമന്തിന് സ്വയം തോന്നിയിട്ടുണ്ടോ? ഇല്ല, അങ്ങനെയല്ല. ഓരോരുത്തർക്കും ഓരോ സമയമുണ്ടല്ലോ. ഇപ്പൊ ഞാൻ പറയുന്നത് ഇപ്പോൾ ശങ്കർ സാറത്തിന് എടുത്ത് പറയാം, അദ്ദേഹത്തിന് അടുത്ത സിനിമയിൽ തന്ന ക്യാരക്ടർ എനിക്ക് ഞാൻ ഇത്രയും പേര് 10-30 പടം ചെയ്തിട്ടുണ്ട്. പക്ഷേ ഏറ്റവും ബെസ്റ്റ് ക്യാരക്ടർ അതായിരിക്കാം എൻ്റെ ലൈഫിൽ ഇത്രയും കാലത്തെ. അത് അത്രയും ഡയമെൻഷൻസുള്ള ക്യാരക്ടറാണ്. ഞാൻ ചിന്തിക്കുന്ന ആളല്ല. എല്ലാവർക്കും സമയമുണ്ട്. ആ സമയമാകുമ്പോൾ എല്ലാം ഒത്തുചേർന്ന് വരും. അതാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പോൾ ഒരുപാട് സിനിമകൾ മാറിപ്പോയിട്ടുണ്ട്, ഇടയ്ക്ക് കോവിഡ് വന്നിട്ടുണ്ട്, നല്ല നല്ല സിനിമകൾ ലാസ്റ്റ് മിനിറ്റിൽ മാറിപ്പോയിട്ടുണ്ട്. അതൊക്കെ ഓരോ സമയമായിട്ട് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അങ്ങനെ ഒരാൾ എന്നെ ഉപയോഗിച്ചാൽ അതെൻ്റെ അങ്ങനെ പറയാൻ പാടില്ല നമ്മൾ. പക്ഷെ ഇതിപ്പോൾ ശങ്കർ സാറിൻ്റെ ആ സിനിമ വളരെ ഒരു ഹോപ്പ്ഫുൾ ആയ സിനിമ. ഈ സിനിമയും നല്ല ക്യാരക്ടറാണ്. പക്ഷേ സാർ ഡയറക്ടർ സിനിമയിൽ എന്നെ ഈ പടത്തിന് അങ്ങോട്ട് വിളിക്കുന്നത് അതൊരു ഗംഭീര സിനിമയാണ്. നമ്മളൊക്കെ വളരെയധികം ഉറ്റുനോക്കുന്ന സിനിമയാണ്. അതിനകത്ത് ഒരുപാട് ലേയേഴ്സുള്ള ക്യാരക്ടറാണ്. എൻ്റെ ലൈഫിൽ ഏറ്റവും നല്ല ക്യാരക്ടർ ഞാൻ പറയും. സാറും വളരെ ഹാപ്പി വിശ്വസിക്കുന്ന ആ ക്യാരക്ടർ ചെയ്തിട്ട്. അപ്പോൾ അത് സമയമുണ്ട്. ഇപ്പോൾ എനിക്കൊരു 5-6 മൂവീസ് റിലീസ് ചെയ്യാനുണ്ട്. തമിഴിൽ 2 സിനിമകളുണ്ട്, തെലുങ്കിലൊരു സിനിമയുണ്ട്, മലയാളത്തിൽ 3 സിനിമകളുണ്ട്, 2-3 മൂവീസ് സ്റ്റാർട്ട് ചെയ്യാനുണ്ട്. അപ്പോൾ എല്ലാം കൊണ്ടും ഇപ്പോൾ ഒരു മലയാളത്തിൽ നിന്ന് മാറി നിന്നിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. തമിഴിൽ 3 മൂവീസ് ചെയ്തതിന് ഇടയ്ക്ക് മലയാളത്തിൽ നിന്ന് മാറുന്നു. ആ ഒരു ഗ്യാപ്പ് ഇവിടെ വലുതായിട്ട് ഹേമന്തിനെ നമ്മൾ കാണാതെ വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഹേമന്ത് എവിടെയെന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു. ഇടയ്ക്ക് മൂവീസ് ചെയ്തിരുന്നു. ഇടയ്ക്ക് അതൊക്കെ ഈ പറഞ്ഞ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന മൂവീസ് ഒരുപാട് മൂവീസ് നമ്മൾ ചെയ്തിട്ടുണ്ടോ. ഈ പറഞ്ഞ നല്ല കഥയാണെങ്കിൽ ഇപ്പോൾ ഈ പ്രൊമോഷന് അല്ലെങ്കിൽ ഒരുപാട് ഫിനാൻഷ്യൽസ് കാരണം പല സിനിമകളും എത്തിപ്പെടുന്നില്ല പ്രേക്ഷകരിലേക്ക്. അപ്പോൾ ഇപ്പോൾ അങ്ങനത്തെ മൂവീസ് ചെയ്യാതെ ഇപ്പോൾ നല്ല നല്ല ക്യാരക്ടേഴ്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ കുറേ മൂവീസ് ഇറങ്ങാനുണ്ട്. അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരുപാട് മൂവീസ് ചെയ്യുന്നുണ്ടാവും. അതൊക്കെ നമ്മളെ ഭാഗ്യവും സമയമൊക്കെ അനുസരിച്ചിരിക്കും. എഴുത്തോലയിലേക്ക് എങ്ങനെയാണ് എത്തുന്നത്? എഴുത്തോല ഞാനിപ്പോൾ പറഞ്ഞ സുരേഷ് ചേട്ടനെ ഞാൻ കാണുന്നത് ലണ്ടനിൽ വെച്ചാണ്. ഞാൻ ലണ്ടനിൽ പോയ സമയത്ത് അവിടുന്ന് പുള്ളിയെ കാണുന്നത്. അപ്പോൾ ഞാനൊരു കുറച്ച് അവാർഡ് മൂവി പറയുമ്പോൾ ഞാൻ കഥയൊക്കെ ഞാൻ വെച്ചാൽ അവാർഡ് മൂവിയൊക്കെ അല്ലേ ബോറായിരിക്കും, നമ്മുടെ ഒരു കാഴ്ചപ്പാടുള്ളൂ ഈ യങ് ജനറേഷൻ്റെ. പക്ഷെ അദ്ദേഹം കഥ പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം ഇതിനകത്ത് എൻ്റെ ക്യാരക്ടർ കറ ജനറേഷനിലെ ക്യാരക്ടറാണ്, ഇപ്പോൾ ജനറേഷനിലെ ക്യാരക്ടറാണ്. അതായത് ആശാത്തി എന്ന് പറയുന്ന ആളടുത്ത് പഠിച്ചു പോയി ലണ്ടനിലോ അല്ലെങ്കിൽ പുറം രാജ്യത്ത് പോയി വളരെ വിജയകരമായിട്ട് സക്സസ്ഫുൾ ആയ മനുഷ്യൻ തിരിച്ച് നാട്ടിലേക്ക് വരികയാണ്. അയാളുടെ മകളെ അവിടുത്തെ എഴുത്തിനെത്താൻ നാട്ടിലേക്ക് വരികയാണ്. അപ്പോൾ അവിടുന്ന് വന്ന് പുള്ളി കാണുമ്പോഴുണ്ടാകുന്ന സാഹചര്യങ്ങളും നമ്മളൊക്കെ അങ്ങനെ ഒരു പുറത്തൊരുപാട് സക്സസ്ഫുൾ ആയ ഒരാളുടെ മനസ്സ് ഇപ്പോഴും നാട്ടിലാണെന്ന് കാണിക്കുന്ന ഒരു അങ്ങനെ ഒരു ഹോംലി ക്യാരക്ടറാണ് നീ കിട്ടിയത്. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു ആക്ച്വലി ചെയ്യാൻ വേണ്ടി. അപ്പോൾ തന്നെ നമ്മൾ ചെയ്യാമെന്ന് പറഞ്ഞു. പിന്നെ ആ ഒരു ചേച്ചി പറഞ്ഞു അവിടെ എത്തുമ്പോൾ നമുക്ക് പ്രത്യേക ഒരു അറ്റ്മോസ്ഫിയറാണ്. അവിടെ നാട്ടുമ്പൂറും ആ ഒരു ഗ്രാമൊക്കെ നമ്മൾ അങ്ങനത്തെ ആളെയും മാറും എത്തും പറഞ്ഞത്. ഞാൻ ആക്ച്വലി തൊട്ടും ചെയ്ത പടം ഞാനൊരു നെഗറ്റീവ് ക്യാരക്ടർ ആയത് കന്നഡയിൽ. അവിടെ നേരെ വരുന്നത് ഈ പടത്തിലേക്കാണ്. അപ്പം മുണ്ട കൊടുത്തപ്പോൾ എനിക്ക് ആ ക്യാരക്ടർ ഞാനങ്ങ് മാറി. പിന്നെ അങ്ങ് ചെയ്തു. എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞു. ഹാപ്പി ആയിട്ട് ഇനി നമുക്ക് കണ്ടു തീരുമാനിക്കാം. അതെ അതെ. നേരത്തെ ശങ്കരേട്ടൻ പറഞ്ഞ ഒരു കാര്യത്തിലേക്ക് ഞാൻ പോകുന്നു. ശങ്കരേട്ടൻ പറഞ്ഞ ഫാസിൽ സാറിന്റെ കൈ പിടിച്ച് വന്ന രണ്ടുപേരും 2 ലെവലിലുള്ള യാത്ര. ശങ്കരേട്ടൻ നമ്മൾ കുറെ നാൾ സിനിമയിൽ നിന്ന് കാണാതെയായി. പിന്നീട് ശങ്കരേട്ടൻ ഒരു വരവ് വലിയ വരവായിട്ടാണ് നമുക്കൊക്കെ ഫീൽ ചെയ്തത്. അതിപ്പോഴും നിൽക്കുകയാണ്. നമ്മളൊക്കെ കാണാൻ ആഗ്രഹിക്കുന്ന ഒരേ മുഖങ്ങളാണ് ശങ്കരേട്ടനൊക്കെ.
ആ ഒരു എക്സ്പീരിയൻസ് മാറി നിന്നപ്പോൾ ഒരു എക്സ്പീരിയൻസ് ഇപ്പോഴത്തെ ഒരു എക്സ്പീരിയൻസുമായിട്ട് ഒരു വലിയൊരു ചേഞ്ച് ഇല്ല മലയാള സിനിമയിൽ. മലയാള സിനിമ ഒരുപാട് മാറിയിട്ടുണ്ട്. ഒരു കാലഘട്ടത്തിലുള്ള സിനിമയല്ലല്ലോ. എനിക്ക് തോന്നുന്നു ഒരു 2000-ന് ശേഷമാണ് സിനിമ ഒരുപാട് മാറി തുടങ്ങിയത്. അപ്പോൾ ഞാൻ ശരിക്കും ആക്ച്വലി മാറാൻ കാരണം എന്ന് പറഞ്ഞാൽ ആ സമയത്ത് ഏറ്റവും ബിസിയസ്റ്റ് ഒരു ആക്ടറായി മാറിയ 27 പടം ഒരു വർഷം, 28 പടം അടുത്ത വർഷം, അങ്ങനെ ഒരു 4-5 വർഷം അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ ഒരു മടുപ്പ് തോന്നാൻ തുടങ്ങി. ഫ്രീഡം, എവിടെയും പോകാൻ പറ്റുന്നില്ല, ആരെയും കാണാൻ പറ്റുന്നില്ല, അമ്മയച്ഛനെ പോലും കാണാൻ പറ്റുന്നില്ല, അവിടെ പോയി നിൽക്കാൻ പറ്റുന്നില്ല. ഇതൊക്കെ ഇങ്ങനെയൊക്കെയുള്ളൊരു സിറ്റുവേഷൻസ് വന്നപ്പോൾ ഞാൻ സിനിമ കുറച്ചു. ആദ്യം ഞാൻ പറഞ്ഞു ഇനി സിനിമ കുറയ്ക്കാം. അങ്ങനെ കുറച്ച് പിന്നെ അങ്ങനെ ഒരു 92, 94 ഒക്കെ ആയപ്പോഴേക്കും എന്താണെന്നറിയില്ല, എൻ്റെ സമയം ഇരിക്കേണ്ട എനിക്ക് തോന്നാൻ തുടങ്ങി സിനിമയിൽ കുറച്ച് മാറി നിൽക്കാം. അപ്പോൾ ഡയറക്ഷനിലേക്ക് പോകാൻ അന്നേ പ്ലാൻ ചെയ്തു. അപ്പോൾ 94 ആയപ്പോൾ ഞാൻ അങ്ങനെ ഒരു ഫിലിം ഡയറക്റ്റ് ചെയ്യാം എന്ന് വിചാരിച്ചിട്ട്, അന്ന് സുരേഷ് ഗോപി അന്നും ഇന്നും ഒക്കെ സൂപ്പർ സ്റ്റാർ ഉണ്ട്. അപ്പോൾ അന്ന് കയറി വന്ന് സൂപ്പർ സ്റ്റാർ ആവുന്നൊരു സമയമായിരുന്നു. അപ്പോൾ ഏകലവീനോ കമ്മീഷണറൊക്കെ ഭയങ്കരമായിട്ട് അങ്ങനെ സുരേഷ് ഗോപി എടുത്തൊരു കഥ പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടു. ഓക്കെ ചെയ്യാതെ പറഞ്ഞു. അതിൻ്റെ പ്രിപ്പറേഷൻസിലേക്ക് നമ്മൾ പോയി. 2 വർഷം പിടിച്ചു, അത് ഒരു 1.5 വർഷം പിടിച്ചു അതെല്ലാം പ്രിപ്പറേഷൻസൊക്കെ ചെയ്തു വരാൻ. വലിയൊരു ഫിലിമായിരുന്നു അത്, രക്ഷകൻ എന്ന് പറഞ്ഞ ടൈറ്റിൽ. ബോംബെയിലൊക്കെ ആയിരുന്നു എൻ്റെ ഷൂട്ടിങ്. പക്ഷെ ഒരു നിർഭാഗ്യം, ഞാൻ ഈ പടം എടുത്ത് നമ്മൾ ഷൂട്ടിംഗ് എല്ലാം പ്ലാൻ ചെയ്ത് വന്നപ്പോൾ ആ കഥയൊക്കെ വേറൊരു സിനിമയിൽ വന്നു. അതിൻ്റെ കുറേ പോർഷൻസ് കഥ മോഷണല്ല, അത് മേ ബി കോയിൻസിഡൻസ്. മോഷണം എൻ്റെ കഥയൊന്നും അവർക്ക് അറിയില്ല. പക്ഷെ അതുകൊണ്ട് അത് ഡ്രോപ്പ് ചെയ്യട്ടോ. അപ്പോൾ അതിൻ്റെ സമയം കുറച്ച് അങ്ങോട്ട് പോയി. പിന്നെ അടുത്തൊരു സബ്ജക്റ്റിലേക്ക് കയറി, അത് വർക്ക് ചെയ്ത് ഒന്നും ശരിയാവുന്നില്ല. ബിക്കോസ് സുരേഷ് ഗോപിക്ക് പറ്റുന്ന ഒരു ഫിലിമോ ആയിരിക്കണം, എല്ലാം കൊണ്ടും നല്ല ഒരു എൻ്റെ ഒരു എൻട്രിയാണ്. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ വിചാരിച്ച് കുറേ നോക്കി ഒന്നും ശരിയാവാതെ വന്നപ്പോൾ പ്രോജക്റ്റ് ഡ്രോപ്പായിപ്പോയി. അപ്പോഴേക്കും ഒരു 4 years കടന്നുപോയി. അപ്പോൾ പിന്നെ വീണ്ടും വന്നു സിനിമയിൽ, സൂര്യബനം പറയാൻ കുറേ സിനിമ. പക്ഷെ എന്തോ എവിടെ നമ്മുടെ സമയത്തിൻ്റെ ആയിരിക്കും. ഇപ്പം കുറച്ച് മുമ്പ് ഹേമന്ത് പറഞ്ഞ മാതിരി സിനിമയിൽ സമയം വലിയൊരു ഘടകമാണ്. ബിക്കോസ് സിനിമയിൽ വന്നതും സിനിമയിൽ ഞാൻ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ അതെല്ലാം എൻ്റെ നല്ല സമയവും ഒക്കെയാണ്. ഇപ്പോൾ ഒരു തലയിരാഗമായാലും മഞ്ഞിലെറിഞ്ഞ പൊക്കിളൊക്കെ ആയാലും ഇത്രയും വലിയ സക്സസ് ആയി ഓടി ചെയ്ത ഒരുപാട് സിനിമകൾ ഹിറ്റായി. അപ്പോൾ ഏറ്റവും എവിടെയോ ഒരു ടൈമിൻ്റെ ഫാക്ടർ ഉണ്ട്. ഇപ്പം ഇപ്പോൾ എഴുത്തോല തന്നെ നമ്മളിങ്ങനെ പറഞ്ഞു വന്നപ്പോൾ ഇഷ്ടപ്പെട്ടു. ഓക്കെ, നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഞാൻ മുംബൈ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ തമിഴിലൊരു പടം പ്രൊഡ്യൂസ് ചെയ്തു, മലയാളത്തിൽ 2 ചെയ്തു. അപ്പോൾ ഇത് വന്നപ്പോൾ നമ്മൾ ഓക്കെ നമുക്ക് ചെയ്യാം. സിനിമ നല്ലതാണെങ്കിൽ അത് അതിനൊരു അംഗീകാരം കിട്ടുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഒരു വർഷത്തിൽ 25, 26, 27 സിനിമകൾ ചെയ്യുന്നു. ലൊക്കേഷനുള്ള യാത്ര ഇന്നത്തെ കാലഘട്ടത്തിൽ അങ്ങനെ നടക്കില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഇന്ന് ഒരു സിനിമ കഴിഞ്ഞാൽ ഹീറോ ഒരു 2-3 മാസം കഴിഞ്ഞ അല്ലെങ്കിൽ 6 മാസം കഴിഞ്ഞ ഒരു സിനിമ ചെയ്യുന്നു. അന്ന് കഥ കേൾക്കലൊന്നും ഇല്ലല്ലോ. അവിടുന്ന് വിളിക്കും. ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള ഡയറക്ടേഴ്സാണ് ഐ വി ശശി, ഭരതൻ, അല്ലെങ്കിൽ വിശ്വംഭരൻ, എസ് ജോഷിയേട്ടൻ, പിന്നെ അതുമാതിരിയുള്ള വലിയ വലിയ ഡയറക്ടേഴ്സ്, ശശികുമാർ സാറ് വിളിച്ചിട്ട് ഇത്രാം തീയതി തൊട്ട് ഇത്രാം തീയതി വരെയൊക്കെ ഡേറ്റ് ബ്ലോക്ക് ചെയ്യുന്ന പറയും. സാറ് ഈ ഒരു പടം ഉണ്ട്, എന്നാൽ ശരി അടുത്ത ആഴ്ച അടുത്ത മാസമാക്കാം. ഇത്രയേ ഉള്ളൂ. കഥ ചോദിക്കലില്ല, എന്താ ക്യാരക്ടർ എന്ന് ചോദിക്കലില്ല, ഒന്നുമില്ല. നേരെ പോവുക, അഭിനയിക്കുക. അന്നത്തെ ഒരു സിറ്റുവേഷൻ അങ്ങനെയായിരുന്നു. ഫ്രണ്ട്ഷിപ്പിനും ഡയറക്ടേഴ്സിനും ഒരു വലിയ റെസ്പെക്റ്റും കാര്യങ്ങളൊക്കെ ഉള്ള സമയമാണ് ഇന്നും. പക്ഷെ ഇന്ന് സിനിമ കുറേ മാറിക്കഴിഞ്ഞു. ഇന്ന് എല്ലാവരും ചിന്തിച്ചും ആലോചിച്ചാണ് സിനിമ ചെയ്യുന്നത്. അതൊന്നും ഉണ്ടായിരുന്നില്ല. അവർ യാത്ര എപ്പോഴും ഓർക്കുമ്പോൾ അല്ലേ? അതെ. എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പഴയ ആളുകൾ കൂടുമ്പോൾ ഈ സംസാരമൊക്കെ ഉണ്ടാകാറുണ്ടോ? പിന്നെ പഴയ യാത്രകൾ സംസാരിക്കാറുണ്ട്. നമ്മൾ പഴയ ആൾക്കാരൊക്കെ കാണുമ്പോൾ സംസാരിക്കും. ഈ ലൊക്കേഷൻ ഹേമന്തിന്റെ അടുത്തൊക്കെ ഇത് പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ? ഇപ്പോഴത്തെ ജനറേഷനൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി എപ്പോഴും പറയാറുണ്ട്. പക്ഷേ ഹേമന്ത് പിന്നെ വലിയ കുഴപ്പമില്ലാത്ത ഒരാളാണ്. അല്ല, കോപ്പറേറ്റീവ് ആണ്. ഇപ്പൊ 10 പടം സൂപ്പർ ഹിറ്റായി കഴിയുമ്പോൾ എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇപ്പൊ ഓക്കെയാണ്. ഞങ്ങൾ ലണ്ടനിൽ പടം ചെയ്യുമ്പോഴൊക്കെ നമുക്ക് ഒരു ചെറിയ ക്രൂ വെച്ചാൽ പോകുന്നത്. അവിടെ ഒരുപാട് ക്രൂ ഉണ്ടാവാൻ പാടില്ല. അപ്പൊ നമ്മളൊക്കെ ഒരു ഫാമിലി വല്ല മൊത്തം പോകുന്നത്. അപ്പൊ സാറൊക്കെ ഒന്ന് ശരിക്കും ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ട് പടം ചെയ്യാനൊക്കെ. അപ്പൊ അന്നൊക്കെ നമ്മൾ മാക്സിമം കോപ്പറേറ്റ് ചെയ്തത് മാത്രമേ ഉള്ളൂ. അപ്പൊ ലൈറ്റ് വേണമെങ്കിൽ ഞാൻ ലൈറ്റും പിടിക്കും, അല്ലെങ്കിൽ കുടയും പിടിക്കും, പോയി അഭിനയിക്കുകയും ചെയ്യും. ആ കൂടെ നമ്മളെ പടം ചെയ്തുകൊണ്ടിരുന്നത്. ചെറിയ ഇത്ര ആളുകളിലെ അധികം പാടില്ല, ലിമിറ്റ് ഉണ്ട് അവിടെയൊക്കെ. പണ്ട് നമ്മൾ പുറത്ത് പടം ചെയ്യുമ്പോൾ ഞാൻ കേട്ടിട്ടില്ലാണ്, ഞാൻ ചെയ്തിട്ടില്ല. ഞാൻ പിന്നീടാണ് ഇപ്പൊ ഈ അടുത്ത കാലത്തൊക്കെയാണ് ഞാൻ കെനിയയിലും UK അമേരിക്കയിലൊക്കെ പടം ചെയ്തത്. പക്ഷെ ആ സമയത്ത് ഞാൻ കേട്ടിട്ടുണ്ട് ഐ വി ശശിയൊക്കെ പോകുന്നത്. അദ്ദേഹം
അവർ ഒരു അതിലുള്ള ആർട്ടിസ്റ്റുകളാണ് എല്ലാം ചെയ്യുന്നത്. ഒരു ആർട്ടിസ്റ്റ് ആയിരിക്കും അസോസിയേറ്റ് ഡയറക്ടർ, അസിസ്റ്റന്റ് ഡയറക്ടർ, ഒരാൾ മേക്കപ്പ് കിറ്റ് ക്യാരി ചെയ്യുക, ഒരാൾ കോസ്റ്റ്യൂം ക്യാരി ചെയ്യുക. അങ്ങനെയൊക്കെയാണ് സിനിമ ചെയ്തിരിക്കുന്നത് ആ കാലഘട്ടം. ഇന്ന് നടക്കുമോ? ഇന്ന് പറഞ്ഞ ഇപ്പൊ ഞാൻ മാത്രമേ ഉണ്ടാവുള്ളൂ. ഈ അടുത്ത് കാശ്മീർ പോയിരുന്നു. അപ്പോൾ ഞങ്ങളിങ്ങനെ യാത്ര ചെയ്ത് വരുമ്പോൾ നോക്കിയപ്പോൾ ഒരു 1.5 കിലോമീറ്ററിന് വണ്ടി കിടക്കുന്നു അങ്ങനെ. അപ്പോൾ ഇത്രയും വണ്ടി കിടക്കുന്നത് ഒരു ഷൂട്ടിങ്ങിൻ്റെ ഒരു ലക്ഷണം കാണുന്നുണ്ട്. കുറേ ആൾക്കാർ ഈ മറ്റേതുണ്ടല്ലോ വോക്കി ടോക്കിയൊക്കെ പിടിച്ച് അങ്ങോട്ട് നടക്കുന്നു ഇങ്ങോട്ട് നടക്കുന്നു. അപ്പോൾ ഞങ്ങൾ വണ്ടി നിർത്തിയപ്പോൾ ഒരാളുണ്ടായിരുന്നു. ഞാൻ ചോദിച്ചു, അപ്പോൾ പുള്ളിക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലായി. സാർ ഞാൻ പറഞ്ഞു ഇതാ അത് ഷൂട്ടിംഗ് നടക്കുന്നത് ഒരു വലിയ തമിഴ് ഫിലിമിൻ്റെ ഷൂട്ടിംഗ് ആണാവോ. കാശ്മീരിൽ 1.5 കിലോമീറ്ററോളം വണ്ടി കിടക്കുക. അപ്പോൾ അതാണ് ഇന്നത്തെ സിറ്റുവേഷൻ. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ഒരു ഷൂട്ടിങ്ങിന് സുരേഷ് പ്രൊഡ്യൂസ് ചെയ്ത സിനിമയാണ് വാശി എന്ന് പറഞ്ഞ സിനിമ. അപ്പോൾ സുരേഷ് ഞാനിങ്ങനെ കാറിലെത്തും. സുരേഷിൻ്റെ ഒരുപാട് സിനിമയിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. പൂച്ചയ്ക്കൊരു 30 തൊട്ട് അങ്ങോട്ട്. സുരേഷോട് സുരേഷ് പറയാം, നമ്മുടെ അന്നത്തെ സിനിമ ഇന്നത്തെ സിനിമ ഇനി കണ്ടോന്ന് പറഞ്ഞു. ആകെ ഞങ്ങളുടെ ഷൂട്ടിങ് നടക്കുന്ന 4 വണ്ടി കിടക്കുന്നുണ്ടാവും. ഒരു ജീപ്പ്, 2 അംബാസഡർ, ഒരു മെട്രോയുടെ വാൻ, വേറെ ഒന്നുമില്ല. അതേപോലെ തന്നെ ഒരു 3/4 കിലോമീറ്ററിന് വണ്ടികൾ കിടക്കുന്നു. ഇതാണ് ഇന്നത്തെ സിനിമ എന്ന് പറയുന്നത്. ഇന്നത്തെ സിനിമയുടെ വ്യത്യാസം അല്ലേ? എന്തായാലും ശങ്കരേട്ടനൊക്കെ ഒരു യാത്രയും ഓർമ്മയൊക്കെ നമുക്ക് കേട്ടിരിക്കാനൊന്നും ഒന്നും സംസാരിക്കാൻ പോലും നോക്കുന്നില്ല. ഇരിക്കുവാനും ഒത്തിരി സിനിമയെ കുറിച്ച് സംസാരിക്കാറുണ്ട്. നിങ്ങളുടെയൊക്കെ സിനിമ അങ്ങനെ നമുക്കൊന്ന് ഇരിക്കുകയും ചെയ്യണം കേട്ടോ. യാത്ര നമ്മുടെ എഴുത്തോലയിലേക്ക് അല്ല, ഒരുപാട് ഞാൻ പറഞ്ഞില്ലേ, ഇതിലൊക്കെ ഒരുപാട് എടുത്ത് പറയേണ്ട ആൾക്കാരുണ്ട്. കാരണം നസീർ സാറിനെ കുറിച്ചൊക്കെ ഒരുപാട് സംസാരിക്കാൻ പറ്റും. സത്യമൊക്കെ എനിക്കറിഞ്ഞൂടാ ഇങ്ങനെയൊക്കെ ഒരു മനുഷ്യൻ ഉണ്ടാവുമോ എന്നുള്ളത്. നമുക്കൊക്കെ ഒരു വലിയ പാടാണ്. അദ്ദേഹം ഇത്രയും വലിയൊരു സൂപ്പർ സ്റ്റാർ മലയാള സിനിമ കണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ സൂപ്പർ സ്റ്റാറാണ് അല്ലേ. ആ കാലഘട്ടത്തിലെ ആണുങ്ങളും പെണ്ണുങ്ങളും കുട്ടികളും ഒക്കെ ഒരേപോലെ ഒരു സ്റ്റാറേ അന്ന് അത്രയും സ്നേഹിച്ചിരുന്ന ഒരാളാണ്. അദ്ദേഹത്തിൻ്റെയൊക്കെ ഒരു ഇന്നില്ലെന്നല്ല ഞാൻ പറയുന്നത്, ചില ആ കാലഘട്ടം നോക്കുമ്പോൾ ഇന്ന് വേറെ കാലഘട്ടത്തിലാണ്. ഞങ്ങളുടെ ഒരു കാര്യം ചോദിച്ചില്ല, പറയുമെന്ന് എനിക്കറിയില്ല, കുറേ ഹീറോയിൻസുമായിട്ട് അഭിനയിച്ചിട്ടുണ്ടല്ലേ അല്ലേ? ആ സമയത്ത് മലയാളി ഈ എല്ലാ പെൺപിള്ളേരും ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു നടനാണ് അല്ലേ? അന്നൊക്കെ സെൽഫി ഉണ്ട്, ഇപ്പൊ സെൽഫി മൊബൈൽ നിറഞ്ഞു പോയാണെന്ന് എനിക്ക് തോന്നുന്നത്. എന്നും പല ആർട്ടിസ്റ്റുകളും എന്നും ഒരു നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു നായികയുടെ പേര് പറയാൻ പറഞ്ഞാൽ ഏത് നായികയുടെ പേര്? മേനക തന്നെയാണ്. ബിക്കോസ് അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഞങ്ങൾ അഭിനയിക്കുന്ന എല്ലാ സിനിമയും സക്സസ് ആയിരുന്നു. സക്സസ് ആണല്ലോ ഇതിന്റെയൊക്കെ ഒരു. പിന്നെ നമ്മള് മേനകി ഞാനുമായിട്ട് നല്ല അണ്ടർസ്റ്റാൻഡിങ് ആയിരുന്നു. ഒരു സീൻ ചെയ്യുമ്പോഴും അത് എല്ലാം എനിക്ക് കുറെ കൂടിയും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ആക്ട്രസ് ആയിരുന്നു. എല്ലാവരും അങ്ങനെ പറയണമെന്നില്ല, അതാണ് ഞാൻ ചോദിച്ചത്. മേനക ഇപ്പം 32 സിനിമയിൽ അഭിനയിച്ചു ഹീറോയിനായിട്ട്. അവരുടെ പ്രണയം തുടങ്ങും നിങ്ങൾ ഒരുമിച്ച് അഭിനയിക്കുന്നു? അതെ, ഞങ്ങൾ അഭിനയിക്കുന്നത്. എന്നെ കാണാൻ സെറ്റിൽ വന്നിട്ട് തന്നെയാണ് സുരേഷ് മേനകയെ സ്നേഹിക്കുന്നതും അവര് തമ്മിൽ. പക്ഷെ ശങ്കരേട്ടനോടും പറയാതെയാണ് അവരുടെ പ്രണയം തുടർന്നുകൊണ്ടിരുന്നത് ഞാൻ അറിഞ്ഞത്. ലാസ്റ്റ് മറ്റേ അറിയണമെന്ന് എനിക്ക് അല്ലല്ല, എനിക്കറിയായിരുന്നു. അങ്ങനെയല്ല, തുടക്കത്തിൽ ഉണ്ടായിരുന്നില്ല. ഞാൻ കാണാൻ വരും, എന്നെ കണ്ടുകൊണ്ടിരിക്കും, ഇവര് പോയി ഇങ്ങനെ സംസാരിക്കും കുറെ കാര്യം. പിന്നെ മേനക ഒരു ഫാമിലി ഓറിയന്റഡ്, അമ്മ അച്ഛൻ ബ്രദേഴ്സ് എല്ലാവരും ഉണ്ടാവും സെറ്റില്. അപ്പൊ അങ്ങനെ ഇവര് പിന്നെ സുരേഷൻ പൂച്ചയ്ക്കൊരു 30 സൈൻ ചെയ്തു. പിന്നെ അതൊന്നും അങ്ങനെ തുടർന്ന് അങ്ങ് പോയി. പിന്നെ നമ്മുടെയൊക്കെ സപ്പോർട്ടും നിങ്ങളുടെ യാത്രയും കേട്ടല്ലോ അല്ലേ? പഴയകാല ചരിത്രം രസമുണ്ട് കേട്ടോണ്ടിങ്ങനെ. ഞാൻ ശങ്കരേട്ടന്റെ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ ഞാൻ ചെറുതിലെ കണ്ടപ്പോ ഈ മറ്റേ അന്ന് ചെറുതാണ്, അന്ന് ചെറുത് തന്നെയാണ്. അപ്പൊ ഈ മറ്റേ പാരീസ് മിഠായിയുടെ ഇതുണ്ടല്ലോ, അതിന്റെ അത് ഞാൻ ഇന്നും പാരീസ് മിഠായി എന്നല്ല, ഏത് മിഠായി മേടിച്ചാലും ഞാൻ അതുപോലെ പാവ ഇങ്ങനെ ഉണ്ടാക്കി. ഏത് മിഠായിയുടെ കവർ അത് ആ മൂവി കണ്ടിട്ടുണ്ടായ ഒരു ടെൻഡൻസി. അന്ന് തൊട്ട് ഇന്ന് വരെ ഞാനത് മിഠായിയുടെ കവർ. അതെ അതെ, ആ മിഠായി ഇപ്പോഴും ഞാൻ എവിടെ കണ്ടാലും മേടിക്കും എന്നുള്ളത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ടേസ്റ്റ് ആണ് അല്ലെ പാരീസ് മിഠായിയുടെ ടേസ്റ്റ്. അത് ആ ഒരു ഇതിൽ അതിനകത്ത് ഇങ്ങനെ പാവ ഉണ്ടാക്കി വെക്കുമല്ലോ. ഞാൻ ആ സിനിമയില് ചെയ്യുമ്പോ ഓരോ പ്രാവശ്യം ഞാൻ പോയിട്ട് പുതിയതാണല്ലോ, ഇതിലേരാളും ചെയ്തു എന്നേ ഉള്ളൂ, റിലീസായി ഹിറ്റായിക്കൊണ്ട് ഓടിക്കൊണ്ടിരിക്കുക. അപ്പൊ വാച്ചിക്കാണ് ഡയറക്ടർ മാസിലാണ് ഓരോന്നും പറഞ്ഞു തന്നത് എൻ്റെ അടുത്ത്. ഇപ്പൊ ഓരോ മാനറിസവും ആ സിനിമയിൽ അദ്ദേഹം അഭിനയിച്ച് കാണിക്കും.
ഇത് ഇങ്ങനെ ചെയ്യുന്നു പറയും. ഞാൻ കുറേ ഈ ഒരു വേറൊരു സ്റ്റൈലൊക്കെ ചെയ്ത് നോക്കും. പക്ഷെ ഇതൊന്നും ഇങ്ങനെയല്ല, ഇങ്ങനെ കാണിക്കുക, പിന്നെ ആ പോക്കറ്റിൽ ഇങ്ങനെ കൈയിട്ടിട്ട് ഇങ്ങനെ നടക്കുന്നത്, എന്നിട്ട് അത് എടുക്കുന്നത്, അതൊക്കെ വലിയ ഹിറ്റായിരുന്നു. സാർ ഭയങ്കര ആക്ടറാ സാർ. സാർ എല്ലാം അഭിനയിച്ച് കാണിച്ചു. നമ്മുടെ അഭിനയിക്കും, ലേഡീസിന്റെ അഭിനയിക്കും, പ്രായയുടെ എല്ലാം അഭിനയിച്ച് കാണിച്ചു. ഗംഭീര ആക്ടർ. അതുപോലെ ചെയ്യാൻ ഭയങ്കര പാടാണ്. ആ ഒരു സ്കൂൾ അതിലൂടെ ഞങ്ങൾ വന്നോണ്ടേ നമുക്ക് ഒരുപാട് എക്സ്പീരിയൻസ്. ഇത് വന്നവർക്ക് ആർക്കും ഒരു പരാജയമില്ല, നേട്ടങ്ങൾ ഉണ്ടായിട്ടുള്ളൂ. നമ്മൾ ഹമ്പിൾ ആവും ഭയങ്കര സാറോട് നോക്കി. അതുകൊണ്ടായിരിക്കും അദ്ദേഹത്തിന്റെ മകൻ ഇത്രയും വലിയ സൂപ്പർ സ്റ്റാർ അതെ അല്ലേ? തീർച്ചയായിട്ടും. ഭയങ്കരമാണ്. എന്തോ ആളെ ഒരു രക്ഷയില്ല. ഡിഫറെന്റ് ക്യാരക്ടേഴ്സും ചെയ്ത് എത്രയോ ക്യാരക്ടർ. അതല്ല, ഫഹദിന്റെ അഭിനയം ഒരു രക്ഷയില്ല. അത് വേറൊരു യാത്രയാണ് അദ്ദേഹത്തിന്റെ. ഏത് കഥാപാത്രം കൊടുത്താലും ഒരു സമയത്ത് അഭിനയിക്കാൻ അറിയില്ല എന്ന് മാറ്റി നിർത്തിയല്ലേ. അങ്ങനെയൊക്കെ എത്രയോ ചരിത്രം. നമ്മൾ കുറച്ച് മുമ്പ് പറഞ്ഞതിന് ഒരു സമയം എന്ന് പറയുന്നത് വലിയ ഫാക്ടറാണ്. ഇന്നത്തെ ജനറേഷനിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ ആ ടൈം വന്നു, നല്ല കഥാപാത്രങ്ങൾ വന്നു, അത് ചെയ്യാനുള്ള ടാലന്റും ഉണ്ട്, അത് വിജയിക്കുന്നു. അതെ അതെ. മോൻചേട്ടന് ഇതുപോലെ തന്നെ എക്സ്പീരിയൻസ് ഉള്ള ആളെയോ എത്രയോ ആളുകളുടെ പഴയ ആളുകളുടെ കൂടെ. എനിക്കിപ്പോഴും മോൻചേട്ടൻ്റെ അടുത്തിരിക്കുമ്പോൾ എനിക്ക് വേണ്ട ഒരു സോങ് എന്ന് വെച്ചാൽ എനിക്ക് 1 മുതൽ 0 വരെ ഒരു 2 ലൈനാണ്. അതിൽ നിന്ന് വേണം നമുക്ക് തുടങ്ങാൻ. അത് കേൾക്കാത്ത ആളുകളുണ്ടാവില്ല, അത് കേട്ട് ഉറങ്ങാത്ത കുട്ടികളുണ്ടാവില്ല. തീർച്ചയായിട്ടും അല്ലേ ശങ്കരേട്ടനൊക്കെ എല്ലാവരും നമുക്ക് ഇഷ്ടപ്പെടുന്ന ആ ഒരു 2 ലൈൻ ഇതിലേക്ക് ഒന്ന് പോവാം. രാരി 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 രം രാരോ പാടി രാക്കിളി പാടി രാരി രാരി രം രാരോ പാടി രാക്കിളി പാടി പൂമിഴി പൂട്ടിമല്ലേ നീയോറങ്ങി ചായോറങ്ങി സ്വപ്നങ്ങൾ പൂവിടും പോലെ നീളേ. എനിക്ക് മ്യൂസിക് ചെയ്യാൻ അറിയാത്തൊരു കാലഘട്ടത്തിൽ ചെയ്തതാണ്. നവോദയയിൽ അറിയാം. നവോദയയിൽ എങ്ങനെയോ ചെന്നപ്പെട്ട എൻ്റെ ഫ്രണ്ട് TK രാജീവ് കുമാറാണ് എന്നെ നവോദയക്ക് പരിചയപ്പെടുത്തിയത്. അങ്ങനെയാണ് രാജീവ്കാരനാണ് ഞാൻ ഇന്നിവിടെ ഇരിക്കുന്നു, മോഹൻസിത്താരായിട്ട് ഇരിക്കുന്നത്. അതിന് ഞാൻ രാജീവിനോട് ഒരുപാട് നന്ദി. അതിലുപരി എൻ്റെ ദൈവത്തിനോടും എന്നെ കൈപിടിച്ച് നടത്തിയ എൻ്റെ ചേട്ടനുണ്ട്, മൂത്തുചേട്ടൻ സുബ്രഹ്മണ്യൻ ചേട്ടൻ, അതുപോലെ എന്നെ പഠിപ്പിച്ച എല്ലാ ഗുരുനാഥന്മാരോടും ഞാൻ ഈ സമയത്ത് നന്ദി പറയണം. ചേട്ടാ, ഇന്നത്തെ കാലഘട്ടത്തിൽ മ്യൂസിക് ഒക്കെ പെട്ടെന്ന് ചെയ്യാൻ പറ്റും അല്ലേ? അന്നൊക്കെ ഒരു ടൈമുണ്ട്. പാട്ട് ചെയ്യുകയാണെങ്കിൽ ഒരു കൂട്ടായ്മയിൽ ടൈമൊക്കെ ഒത്തിരി എടുക്കുന്നുണ്ട് അല്ലേ? അങ്ങനെ ഏറ്റവും കൂടുതൽ ടൈം എടുത്ത ഒരു പാട്ട് ഏതായിരിക്കും മോൻചേട്ടൻ്റെ? അല്ല, ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് മ്യൂസിക് ചെയ്യാൻ അറിയാത്തൊരു കാലഘട്ടത്താണ് ഇതുണ്ടാക്കിയത്. അപ്പോൾ കുറച്ച് ടൈം എടുത്തു ചെയ്യാൻ. ഇന്നിപ്പോൾ ഞാൻ പെട്ടെന്ന് എനിക്ക് ട്യൂൺ ചെയ്യാൻ പറ്റും. അത് എക്സ്പീരിയൻസ് കൊണ്ടാണ്. അതുപോലെ ONV സാറ് നല്ലൊരു കവി ആയതുകൊണ്ട് നല്ല ലിറിക്സ് അതിന് എനിക്ക് തന്നു. ആ ലിറിക്സ് തന്നെയാണ് അതിന് ഈ പാട്ട് നന്നാവാൻ ഏറ്റവും കാരണം. മനോഹരമായ വരികൾ, എന്താ പറയുക, എന്നൊരു അനിയനെ പോലെ കരുതിയിട്ട് അദ്ദേഹങ്ങളുടെ മോനെ ഇങ്ങനെ മതി, ഇതേതാ, ഓക്കെ അപ്പോൾ സാറേ ഇതൊന്ന് മാറ്റിയ ഇവിടെ അടിക്കുന്നുണ്ട് മേലോട്ട് പോകുമ്പോൾ ചില വാക്കുകൾ, ഓക്കെ. അതുകൊണ്ട് പുള്ളി അതൊക്കെ വളരെ സിൻസിയറായിട്ട് ഇങ്ങനെ വർക്ക് ചെയ്തു. അതിന് നവോദയ അപ്പച്ചൻ സാറിനോടും ജിജോ സാറിനോടും ജോമോനോടും നന്ദി പറയുന്നുണ്ട്. എല്ലാം കണക്റ്റഡ്. അതല്ല, ശങ്കർജി അതിലൂടെയുള്ളത്. അതുകൊണ്ടാണ്. പിന്നെ ഞാൻ കുറേ പടത്തിൻ്റെ റീ റെക്കോർഡിങ് ചെയ്തിട്ടുണ്ട്. 300-350 സിനിമയുടെ എന്തോളം ഞാൻ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തിട്ടുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കുറച്ച് പടങ്ങൾ ഇന്നലെ പത്മരാജൻ സാറിൻ്റെ ഹിസ്സൈൻ അബ്ദുള്ള. അതിനുശേഷം എനിക്ക് മനസ്സിന് തങ്ങി നിൽക്കുന്ന ഒരു പടമാണ് എഴുത്തോല. കാരണം നമ്മുടെ മനസ്സിനകത്ത് തുറന്ന് നമുക്ക് ആ പടം കാണുമ്പോൾ നമ്മൾ അറിയാണ്ട് മ്യൂസിക് വന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ അതെനിക്ക് ഹിസ്സൈൻ അബ്ദുള്ള ഇന്നലെയൊക്കെ ചെയ്യുന്ന സമയത്ത് ഇത് അതേപോലെയാണ്. കാരണം പ്രത്യേകിച്ച് നിഷ, നോക്കിയേ റോമൊക്കെ എഴുന്നിട്ട് ഞാൻ പല സീനുകളിലും എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു ആക്ട്രസ്സാണ് ശാരദ. ആ ശാരദമ്മ എനിക്ക് ഓർമ്മ വന്നു.
എന്നുവെച്ചാൽ അവർ അങ്ങറ്റത്തൊരു ആക്ട്രസ്സാണ്. ചില പോർഷനൊക്കെ അഭിനയിക്കല്ല നിഷ, ജീവിക്കണം. ക്ലൈമാക്സിലൊക്കെ എന്ന് വെച്ചാൽ എല്ലാം നഷ്ടപ്പെട്ടു, ഹസ്ബൻഡ് മരിച്ചു പോയി, അതുവരെ കുട്ടികളെ പഠിപ്പിച്ച മക്കളെല്ലാവരും പോയി, സ്റ്റുഡൻസ് ആരും ഇല്ല, അവരെ പുതിയ സ്കൂളുകളാക്കി തനിച്ച് ആരിലൊക്കെ നെഞ്ചു പെടഞ്ഞ് ഒരവസ്ഥ. അതോ 10-70-75 വയസ്സുള്ള പ്രായത്തിൽ ബോഡി ലാംഗ്വേജ്, അവരുടെ നടത്തം, അവരുടെ മുഖത്തെ എക്സ്പ്രഷൻ, ഡയലോഗ് എല്ലാം ഒരു 75 വയസ്സുള്ള സ്ത്രീയായി മാറി. അവർ നിഷ എല്ലാവരും. അതിൻ്റെ ആ ക്യാരക്ടർ എന്താണെന്ന് എനിക്കറിയില്ല, പേര് ആശാത്തി അല്ലേ. അത് ഞാൻ ഇതിനകത്ത് ഒരു തീം മ്യൂസിക് ഉണ്ട്, തീം എനിക്ക് ഓർമ്മയില്ല, എന്തോ എങ്ങനെ ആ തീം മ്യൂസിക് ഇങ്ങനെ വായിച്ച് ഒരു എല്ലാം നഷ്ടപ്പെട്ട് മഴയത്ത് ഇങ്ങനെ കെടുക്കുന്ന ഒരു സീനുണ്ട്. കണ്ണു നിറഞ്ഞു പോയി ശരിക്കും. ഭയങ്കര മെന്റൽ ഡിസോർഡർ മാതിരിയാവും അത്. ആ ഒരു നമുക്കിപ്പോൾ കരയാം അതേപോലെ ചെയ്യാം, പക്ഷെ ആ ഒരു മെന്റൽ ഡിസോർഡറും ഇതിൻ്റെ കൂടെ വരുന്നുണ്ട്. ആ ഒരു ഘട്ടം അഭിനയിക്കുക എന്ന് പറയുന്നത് ഡിഫിക്കൽട്ടാണ്. എന്താണെന്നറിയോ, സാധാരണ ഒരു ആക്ട്രസ് ചെയ്യായിരിക്കും, പക്ഷെ ഒരു ആ ആശാത്തി തന്നെയായി മാറി. നിഷ എന്ന് പറഞ്ഞ ക്യാരക്ടറല്ല ഒരു നമ്മൾ അങ്ങനത്തെ ഒരു ആശാത്തിനെ കാണുന്നത്. അതുവരെ ഒരു ചെറുപ്പത്തിൽ ഇവരുടെ ഒരു ഹസ്ബൻഡും വൈഫൊക്കെ ആയിട്ടുള്ളൊരു ഇത്, അവരുടെ ആ ആറ്റിറ്റ്യൂഡും ആ ബോഡി ലാംഗ്വേജും നടത്തും എല്ലാം ഓക്കെ. അതിന് ശേഷം ഒരു ഏജ് ആകുമ്പോഴൊരു സംഭവം ഉണ്ടല്ലോ, പറയാൻ പറ്റില്ല കേട്ടോ. ഒരു എന്താ പറയുക, ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല, അത്ര നന്നായിട്ടുണ്ട്. അതല്ല സത്യം പറഞ്ഞാൽ വല്ലാത്തൊരവസ്ഥ. ഇത്ര എക്സ്പീരിയൻസ് ഉള്ള മോൻചേട്ടൻ പറയുന്ന അതിന്റെ ഒരു അല്ല ആ വികാരം നമ്മുടെ മനസ്സ് വരെ അല്ലെ. സിനിമ ഒരാൾ പറയുമ്പോൾ ഈ ഫിലിം ഇപ്പൊ ഞങ്ങൾക്ക് ഇത് റിലീസ് ചെയ്യണം, നമ്മൾ ചെയ്തേ പറ്റുള്ളൂ. നമ്മളതിന്റെ അത് എന്താ സംഭവിക്കാൻ പോകുന്നത് അതിന് നമ്മൾ പോകുന്നില്ല. പക്ഷെ ഈ പടം റിലീസ് ചെയ്യണമെന്ന് ഞങ്ങൾ തീരുമാനിക്കാൻ കാരണം ബിക്കോസ് ഇതൊരു ഭയങ്കര എമോഷണൽ ടച്ചുള്ള ഒരു സിനിമയാണ്. എന്നാൽ ഇതിൽ യാതൊരു ലാഗും ഇല്ല, വളരെ എൻഗേജിങ് ആയിട്ട് സിനിമ പോകുന്നുണ്ട്, കാര്യങ്ങൾ പറഞ്ഞ് പിന്നെ 100-100 100ന്റെ മുകളിൽ കുട്ടികൾ അഭിനയിച്ചിട്ടുണ്ട്, ചെറിയ കുട്ടികൾ. പിന്നെ ഇതിലൊരു ഉഗ്രം പാട്ടുണ്ട്, അതിപ്പോ പറയാതിരിക്കാൻ പറ്റില്ല. അത് ഈ അക്ഷരങ്ങൾ വെച്ചിട്ടൊരു പാട്ടുണ്ട്, നല്ല പാട്ടാണ്. എല്ലാ അക്ഷരം ഉപയോഗിച്ചിട്ട് പാട്ട്, എല്ലാ അക്ഷരങ്ങളും അത് മതി. മധുബാലകൃഷ്ണൻ പാടിയിട്ടുണ്ട്, നല്ല ഒരു. അത് നമ്മുടെ മലയാളത്തിൽ വ്യഞ്ജനാക്ഷരങ്ങൾ വെച്ചിട്ട് പാട്ടുണ്ടായിട്ടില്ല. ഇന്നത്തെ കുട്ടികൾക്ക് മലയാളം അക്ഷരം പൂർണ്ണമായി അറിയില്ല. അപ്പം അത് പഠിക്കാനും കൂടി ഒരു നല്ലൊരു പാട്ടാണത്. അതിനകത്ത് നമ്മുടെ അനുപല്ലവിയും ചരണമൊക്കെ നമ്മുടെ കൈതപ്രാണ് എഴുതിയിട്ടുള്ളത്. അത് നന്നായി വന്നിട്ടുണ്ട്. പല്ലവി എങ്ങനെയാണോ അതിൻ്റെ മൂടനുസരിച്ചിട്ട് അദ്ദേഹം വളരെ മനോഹരമായിട്ട് എഴുതിയിട്ടുണ്ട്. രണ്ടുപേര് പാടാം. എനിക്ക് ഈ ചെറുപ്പത്തിൽ പഠിച്ചാണ്. അപ്പൊ ചില മറവികളൊക്കെ ഉണ്ട്, നോക്കാം. ആ ആ ഈ ഈ ഉ ഊ ഋ എ എ ഐ ആ ആ ഈ ഈ ഉ ഊ ഋ എ എ ഐ ഓ ഓ അം ആ ക ഖ ഘ ഗ ങ ഛ ഛ ജ ജ ന ഠ ഠ ഡ ഡ ണ ത ഥ ദ ധ ന പ പ ബ ഭ മ യര ല വ ശ ഷ സ ഹ ള ഴ റ ആ ആ ഈ ഉ ഊ എ എ എ ഐ ആ ആ ഈ ഉ ഊ ഋ എ എ ഐ. ഇത് എന്നുവെച്ചാൽ ഈ അക്ഷരങ്ങൾ വെച്ച് കമ്പോസ് ചെയ്യാൻ ഭയങ്കര പാടാ, മനസ്സിലായില്ലേ? അതെങ്ങനെയോ ഞാൻ ഉണ്ടാക്കിയല്ല, എൻ്റെ ദൈവം എനിക്ക് തന്നാണ്. അതെങ്ങനെയോ ഉണ്ടായിപ്പോയതാണ് ഈ പാട്ട്. ഞാൻ നമ്മുടെ സുരേഷ്, അപ്പോൾ സുരേഷിനെ പറ്റി പറഞ്ഞേ പറ്റൂ. ഈ എഴുത്തോല ഡയറക്ടർ സുരേഷ്, എഴുത്തോല സബ്ജക്റ്റ്, കിടിലൻ സബ്ജക്റ്റ്. ചെറിയൊരു ത്രെഡാണ്, ചെറിയതെന്ന് വെച്ചാൽ നമ്മൾക്ക് അറിഞ്ഞിരിക്കേണ്ട ഒരു ത്രെഡാണ് അത്. അദ്ദേഹം അതിമനോഹരമായി സ്ക്രിപ്റ്റ് എഴുതിയിട്ടുണ്ട്, ഡയറക്ഷൻ എല്ലാം, ഡയലോഗ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്,
സുരേഷിൻ്റെ ഫസ്റ്റ് ഫിലിമാണെന്നേ തോന്നില്ല. ഏതൊക്കെ കുറേ അവാർഡുകൾ കിട്ടിയിട്ടുണ്ട്, ഏതാണെന്ന് എനിക്കറിയില്ല. കുറേ കുറേ കാലങ്ങൾക്ക് ശേഷമാണ് ഞാനൊരു നല്ല ഫിലിം ചെയ്യുന്നത്. ഒരു മനസ്സിൻ്റെ അകത്തേക്ക് തറച്ച് കയറുന്ന സംഭാഷണങ്ങളും ആക്ടിങ്ങും അതുപോലെ എല്ലാ സംഭവങ്ങളും ഞാൻ പറഞ്ഞല്ലോ, റീ റെക്കോർഡിങ് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്ന ആ സുഖം അത് ചില പടങ്ങൾക്ക് മാത്രമേ കിട്ടുള്ളൂ. ചിലത് കുറേ ബഹളം ഉണ്ടാക്കി കുറേ സാധനങ്ങളൊക്കെ ഉണ്ടാക്കും, അതൊക്കെ അത്. പക്ഷെ ഇങ്ങനെ ഈ ഒരു സിനിമയിൽ എനിക്ക് സംഗീതം ചെയ്യാൻ പറ്റിയതിൽ വളരെ നന്ദിയുണ്ട് ശങ്കർജി, അതുപോലെ സുരേഷിന്, എൻ്റെ ദൈവത്തിനോട്. അല്ല, ഞാൻ നേരത്തെ ചോദിച്ച ഒരു കാര്യം ചോദിച്ചോട്ടെ, ഏറ്റവും കൂടുതൽ ഇപ്പൊ ഈ സിനിമയുടെ പാട്ടിലേക്ക് വന്നപ്പോ താങ്കൾ പറയുമ്പോൾ നമ്മൾ വരെ ഫീല് ഭയങ്കരമായിട്ട് ഉണ്ടാവുന്നുണ്ട്. പക്ഷെ ഇവിടെ ഇരുന്ന് കരയുന്നു. അപ്പൊ ആ പടത്തിന്റെ ആഴം എത്രമാത്രം നമുക്ക് മനസ്സിലാവും. ആ വരികളിലെ ആ പാട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ പക്ഷേ അഭിനയം 75 വയസ്സ് വരെയുള്ള യാത്രയിലുള്ള ഇതിൽ കൂടുതൽ റിസ്ക് നേരത്തെ പറഞ്ഞ ഇസൈൻ അബ്ദുള്ള ആ സിനിമയിൽ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നു. ഏറ്റവും കൂടുതൽ ടൈം എടുത്തിരിക്കുന്ന ആ കാലഘട്ടത്തിൽ ഏത് സോങ്ങിനായിരിക്കും? ഞാൻ പറയട്ടെ, ഒരു കാലത്ത് ആ കാലഘട്ടങ്ങളിൽ ഒരു കുഴപ്പമില്ലാത്തൊരു പടം ചെയ്യണമെങ്കിൽ 4-5 ദിവസമാണ് റീ റെക്കോർഡിങ്. വലിയ പടങ്ങൾ 8-9 ദിവസം. ഇന്ന് ഇത്രയും ചെയ്യാൻ 2 മാസമാണ് ടൈം. അനുഭവിച്ചോണ്ടിരിക്കുക. കാരണം അന്ന് ലൈവ് ഇൻസ്ട്രുമെൻ്റാണ് എല്ലാവരും വരുന്നത്. ഒരു 10-20 വയലുണ്ടാവും, ഒരു 4-5 ചെല്ലോ ഉണ്ടാവും, 2-3 വിയോള അല്ല 4-5 വിയോള ഉണ്ടാവും, ഡബിൾ ബേസ് ഉണ്ടാവും. അങ്ങനെ ഒരു 10-60-70 പേരായിരിക്കും ഇരിക്കുന്നത്. അപ്പം നമ്മളൊരു ഫിലിം ഫുള്ളായിട്ട് കാണുന്നു, ഓരോ റീല് കാണുന്നു. റീല് ഒരു 10-15 മിനിറ്റ് ഉണ്ടാവും. നമ്മളവിടെ ശങ്കർജി അവിടെ നോക്കുമ്പോൾ ഇവിടെ അവിടെ കാമുകിനെ കാണുന്നു, വില്ലനെ കാണുന്നു, അവിടെ ഒരു അടി. ഇതിങ്ങനെ ഫിലിം പോയിക്കൊണ്ടിരിക്കും. നമ്മൾ ഇങ്ങനെ നോട്ട് ചെയ്തുകൊണ്ടിരിക്കും. കാണാനും എന്തൊരു രസമായിരുന്നു പറയും. എത്ര പേര് ഇരുന്നിട്ട് ഒരൊറ്റ സ്ട്രോക്കിലാണ് നടക്കുന്നത്. ഇങ്ങനെ കാണിക്കുമ്പോൾ അങ്ങോട്ട് വായിക്കുകയാണ്. അതൊക്കെ എന്ത് രസമായിരുന്നു. അതെ. എന്നിട്ട് ഇത്രയും പേർക്ക് 10-60 പേർക്ക് നമ്മൾ നോട്ട്സ് കൊടുക്കുകയാണ്. അപ്പോൾ അവർ വേറെ നോക്കേണ്ട കാര്യമില്ല, അവർ ഇങ്ങോട്ട് തിരിഞ്ഞിരിക്കും. നമ്മൾ മറ്റേ പിക്ചറിന് ഇതായിരിക്കും, എന്താ പറയാ, സ്ക്രീൻ ഫ്രണ്ടിലായിരിക്കും, ബാക്ക് തിരിഞ്ഞിട്ടായിരിക്കും ഓർക്കസ്ട്രക്കാരുണ്ടാവുക. അപ്പോൾ ഈ കണ്ടക്ട് ചെയ്യണ ആൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അത് ഫിലിം കാണുന്നത്. ബാക്കിയൊക്കെ ഇവരുടെ കയ്യിലാണ്, കണ്ടക്ട് ചെയ്യുന്ന ആളുടെ കയ്യിലാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ. ഇത് ഒരു റീല് നോക്കുന്നു, ഒരു 1-2 മണിക്കൂർ കൊണ്ട് ആ റീല് തീരാണ്. അടുത്ത റീൽ. അങ്ങനെ നമുക്ക് ടൈം കുറവ് വേണ്ടു. ഇന്നതല്ലല്ലോ, ഇന്നിപ്പോൾ ഒരു കീബോർഡിലാണ് എല്ലാ സംഭവങ്ങളും ചെയ്യുന്നത്. പിന്നെ അതും തന്നെയല്ല, മ്യൂസിക് അവർ സ്വന്തം ഉണ്ടാക്കുന്നില്ല പലതും. ഒരുപാട് മ്യൂസിക് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. ആ വാങ്ങിച്ചിട്ട് അതിൻ്റെ കൂടെ ചെറിയ ചെറിയ സാധനങ്ങളും ഫില്ല് ചെയ്യും. അതാണ് ഇന്നത്തെ റീറക്കും. പക്ഷേ അവാർഡ് കൊടുക്കുന്ന ആ മ്യൂസിക് ഡയറക്ടർക്കും ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. മനസ്സിലായില്ലേ? ഞാൻ ഇപ്പോഴത്തെ കാലം അതേ സ്ഥാനത്ത് നമ്മൾ പടട്ട് കാണുന്നു, ഇയാൾ മ്യൂസിക് കമ്പോസ് ചെയ്യുന്നു, കീബോർഡ്സിന് കൊടുക്കുന്നു, ഫ്ലൂട്ടിസ്റ്റിന് കൊടുക്കുന്നു, വയലിൻസിന് കൊടുക്കുന്നു, ചെല്ലോക്ക് കൊടുക്കുന്നു. അതൊക്കെ ഈ മ്യൂസിക് ഡയറക്ടർ ചെയ്യണം. എങ്കിൽ അദ്ദേഹത്തിന് അവാർഡ് കൊടുക്കുക. ഇത് വല്ലതും ചെയ്ത മ്യൂസിക് എടുത്തിട്ട് ഞാൻ കുറ്റമായിട്ട് പറഞ്ഞിട്ടുണ്ട്. കാലം മാറിയത് കൊണ്ട് പറയണം. അതാണ് അതുപോലെ മ്യൂസിക്കിൻ്റെ ക്വാളിറ്റിയും ക്ലാരിറ്റി ഒക്കെ വേറെ വ്യത്യാസമായിട്ടോ. അപ്പോൾ അങ്ങനെ ആവണം മ്യൂസിക് ഡയറക്ടർ. ഇത് നമ്മൾക്ക് മലയാളത്തിൽ കുറച്ച് പേര് മാത്രമേ ഇത് ചെയ്തിരുന്നുള്ളൂ, ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തിരുന്നുള്ളൂ. ജോൺ ചേട്ടൻ, ഔസേപ്പച്ചൻ, പിന്നെ എല്ലാവരും ചെയ്യില്ലായിരുന്നു. അതെ അതെ അതെ, അങ്ങനെ കുറച്ച് പേരുള്ളൂ. ഇപ്പോൾ കേരളത്തിൽ അന്ന് ഞാനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അന്നല്ലേ? അതെ അതെ. തരങ്ങണി, ചിത്രാഞ്ജലി, ഇത് മാത്രമായിരുന്നു സ്റ്റുഡിയോ ഉണ്ടായിരുന്നത്. അന്ന് ഓടി നടന്നായിരുന്നു ഇതൊക്കെ ചെയ്തിരുന്നത്. അന്നൊരു പഴയ തല്ലിപ്പൊളി പടങ്ങളൊക്കെ ചെയ്തിരുന്നു. അതാണ് എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ടായത്. ഞാൻ പൈസ ഒന്നും നോക്കില്ല. അന്നൊക്കെ റീ റെക്കോർഡിങ് ചെയ്ത് ഈ പറഞ്ഞ പോലെ പ്രൊഡ്യൂസർ പൈസ ഒന്നും അതൊക്കെ എല്ലാവർക്കും കൊടുത്ത് അവസാനം ഇപ്പോൾ ഞാൻ സൈക്കിളിൽ കയ്യിൽ കാശിനോട് സൈക്കിളിൽ വീട്ടിൽ പോയി എന്ന് കാലഘട്ടം ഉണ്ടായിരുന്നു. ഞാൻ എനിക്ക് പൈസ ഇല്ലാന്ന് ഇന്നും അത് തന്നെയാണ് കേട്ടോ. നമ്മളൊരു ആ എന്താ പറയുക, ആ ഫിലിം അതിന് വേണ്ടി നമ്മൾ മെനക്കെട്ട് അത് നമുക്ക് സന്തോഷം തരാം. അതിൻ്റെ സുഖം വേറെ ഒന്നുമില്ല. മനസ്സിലല്ലേ? അന്ന് പൈസ നമ്മൾ നോക്കുകയല്ല. എൻ്റെ കയ്യിൽ നിന്ന് പോലും എൻ്റെ ഈ എന്താ പറയുക, ഈ ഇതുണ്ടല്ലോ, എന്തായാലും പറയാം, ചെയിൻ അത് വിറ്റു. അതുപോലെ മാലൊക്കെ വിറ്റിട്ട് പണയം വെച്ചിട്ടൊക്കെ ഞാൻ ആർട്ടിസ്റ്റോട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. പ്രൊഡ്യൂസർ പകുതി വെച്ചിട്ട് കാശിനായിട്ട് പോകും. നമ്മളൊക്കെ എത്രയോ സിനിമയിൽ അഭിനയിച്ച എനിക്കൊക്കെ എത്രയോ സിനിമ എന്ന പൈസ അത് എത്രയോ കിട്ടാനുണ്ട്. പക്ഷെ അതൊന്നും ആരും
അവസാനം വരുമ്പോൾ എല്ലാവർക്കും പ്രോബ്ലംസ് ആണ്. അപ്പോൾ അത് ശരി പോട്ടെ, അല്ലെങ്കിൽ അടുത്ത പടത്തിൽ അഡ്ജസ്റ്റ് ചെയ്യാന്ന് പറയും. പക്ഷെ അടുത്ത പടം ഉണ്ടെങ്കിൽ പക്ഷെ ആ കാലഘട്ടത്തിൽ നിന്ന് മാറി, ഇപ്പൊ കാലഘട്ടം വേറെ ഇന്നിപ്പോ കാലഘട്ടം കംപ്ലീറ്റ് മാറി. കാര്യം ബ്ലെയിം ചെയ്യാൻ പറ്റില്ല. സിനിമ അങ്ങനെയാണ്, എല്ലാം വലുതായി. ചങ്ങേട്ടൻ ഡയറക്ട് ചെയ്യുന്ന സിനിമയുടെ എന്താണ് റിലീസും കാര്യങ്ങളും നായകൻ അടുത്ത് തന്നെ ഇരിപ്പുണ്ട്. നടന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പൊ അതിന് അത് ഒരു ലണ്ടനിലാണ് നമ്മൾ ഫുൾ ഷൂട്ട് ചെയ്തത്. എറിക് എന്നാണ് ഫിലിമിന്റെ ടൈറ്റിൽ. അപ്പോൾ മിക്കവാറും അതിന് കുറേ ഗ്രാഫിക് വർക്ക് ഉണ്ട്. അപ്പോൾ അത് അടുത്ത ആഴ്ച തീരും തോന്നുന്നു. തീർന്ന് പിന്നെ ബാക്കി വർക്ക് എല്ലാം നടക്കുന്നുണ്ട്. റിലീസൊക്കെ എന്നത്തേക്കാണ് പ്രതീക്ഷിക്കുന്നത്? ഓഗസ്റ്റിലാണ് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നത്. ഇപ്പം മഴയും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ കുറച്ച് അങ്ങോട്ട് മാറ്റി വയ്ക്കും. അങ്ങനെ നമുക്കൊരു ധൃതിയൊന്നുമില്ല, ഇത് ഇറക്കണം നാളെ ഇറക്കണം. പ്രൊഡ്യൂസേഴ്സും അതിൽ ഇവർക്ക് നല്ല രീതിയിൽ ഇറക്കണം. ഒരു വലിയ സിനിമയാണെന്ന് എനിക്ക് തോന്നുന്നു. വലിയൊരു സിനിമയാണെന്ന് തോന്നുന്നു. കുറച്ച് ഹീറോയിനൊക്കെ നോർത്ത് ഇന്ത്യൻ ഗേളാണ്. ഹിന്ദിയിലൊക്കെ ഒരുപാട് അഭിനയിക്കുന്നു, തെലുങ്കിലും തമിഴിലൊക്കെ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ ആർട്ടിസ്റ്റുകളൊക്കെ ഇപ്പോൾ ഹേമന്ത് ഉണ്ട്, അത് നല്ലൊരു വേഷം ചെയ്യുന്നു. പിന്നെ ഒരുപാട് ആർട്ടിസ്റ്റുകളൊന്നും ആ സിനിമയില്ല, പക്ഷെ കുറേ കൂടി വേറൊരു സ്റ്റൈലിലുള്ള സിനിമയാണ് അത്. പിന്നീട് നമുക്ക് തീർച്ചയായിട്ടും ആ സിനിമയെ കുറിച്ച് പിന്നീട് സംസാരിക്കാം. എന്തായാലും എഴുത്തോല സൂപ്പർ ഹിറ്റ് ആകട്ടെ. പണ്ടത്തെ കാലത്തിൽ എഴുത്തിനിരുത്താത്തവരാരുമില്ല, എഴുത്തോല എഴുതാത്ത ആരുമില്ല. ആ പ്രായം കൊണ്ടും ആ സിനിമ അത്രയും നന്നായിട്ടുണ്ടെന്ന് എനിക്ക് മോഹൻചേട്ടൻ പറയുമ്പോൾ തന്നെ നമ്മുടെ കണ്ണ് നിറയുന്നു. പ്രായം ഉണ്ടെന്നാണോ പറയുന്നത്? ആ പ്രായം കൊണ്ട് ആ പ്രായം ഇല്ലെങ്കിൽ അതിന്റെ അടുത്തൊക്കെ ഉണ്ട്. ഇല്ല എന്ന് പറഞ്ഞാൽ വേണ്ട. മോഹൻചേട്ടമ്മയൊക്കെ ഡേ ചെയ്തില്ല, അവിടെ ഡേ ചെയ്തൊന്നും ഞാൻ പറയില്ല. ഞാൻ പറയില്ല എന്നട്ടോ പറഞ്ഞു, വേറെ വിചാരിക്കില്ല, ഞാൻ പറഞ്ഞില്ല. എന്തായാലും സൂപ്പർ ഹിറ്റ് ആയിട്ട് സിനിമ. ഈ സിനിമ ഈ പറഞ്ഞ പോലെ പ്രേക്ഷകരുടെ ഉള്ളിലേക്ക് ആഴത്തിൽ പതിയാനുള്ള സബ്ജക്റ്റാണ്. നിങ്ങളെല്ലാം ആഴത്തിൽ പതിയട്ടെ. മോഹൻചേട്ടൻ്റെ ഒരു രണ്ടാം ജന്മത്തിൽ പിന്നീട് ഉണ്ടാകുന്ന ഒരു മ്യൂസിക് എന്ന് വേണം നമുക്ക്. അത് ഞാൻ എപ്പോഴും പറയും. അതുകൊണ്ട് തന്നെ താങ്കൾ പറഞ്ഞ കാര്യങ്ങളും മനസ്സിലിട്ടുകൊണ്ട് നിങ്ങളെപ്പോലെയുള്ള ആളുകൾ ഇനിയും സിനിമ ചെയ്യണം. അങ്ങനെ ഇനിയും സിനിമയിൽ അഭിനയിക്കണം, ഡയറക്ഷൻ ചെയ്യണം. ഇവരൊക്കെ കൂട്ടി പുതിയ തലമുറയെ പഴയ തലമുറ ഒരുമിച്ച് പോകാനുള്ള യാത്ര എഴുത്തോല സൂപ്പർ ഹിറ്റ് ആകട്ടെ. ഇതിന്റെ 25-50 ദിവസം ആഘോഷിക്കാനുള്ള ഭാഗ്യം ഏകദേശം നമുക്ക് തരട്ടെ. താങ്ക് യു വെരി മച്ച്.